ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കൊല്ലം സുധിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണുവിനെയും അതുപോലെ തന്നെ അവരുടെ മക്കളായ കിച്ചുവിനെയും അറിയാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രേണു എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ വളരെ വൈറലായിരിക്കുന്ന ഒരു താരമാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ സുധിയുടെ മരണത്തിന് ശേഷം അവരവരുടെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് പോകുന്നു, അഭിനയിക്കുന്ന കാര്യങ്ങളെല്ലാം അവരുടെ പേഴ്സണൽ ചോയ്സാണ്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ അവർക്കെതിരെ വ്യാപകമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് സൈബർ സംഘങ്ങൾ ഇപ്പോൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ അവരുടെ മകൻ തന്നെ അത് അമ്മയുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു, അതിൽ താൻ ഇടപെടേണ്ട കാര്യമില്ല എന്നും അവർ അവരെ കല്യാണം കഴിച്ച് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ സ്ത്രീകൾ തന്നെ അവർക്കെതിരെ വന്നിട്ട് ഒരുപാട് തെറി പറയുന്നതും കമൻറ്റിലായാലും അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിങ്ങിലായാലും എല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം ഒരു ലൈവ് വീഡിയോ ആദ്യമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് ആദ്യമായി ആ വീഡിയോ ഒന്ന് കാണാം. സനീഷ് കൃഷ്ണനാണോ കിഞ്ഞരനോ എന്ത് വേടാ നിന്റെ പേര്? സനീഷ് സത്ത ഉണ്ട്, എനിക്കറിയാം. സോ മച്ച്. നീ പോടാ 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 പോടാ, പോലീസുകാരന്റെ പ്രൊഫൈൽ വെച്ചവനെ. നീ ആരാടാ എന്നെ പൊടിന്ന് വിളിക്കാൻ? പോടാ. നീ എന്നെ പേയ്മെന്റ് വന്ന് പറഞ്ഞ ഞങ്ങൾ എനിക്കറിയാം കേട്ടോ. നീ എന്റെ നമ്പർ മേടിച്ച് നമ്പർ ചോദിച്ചിട്ട് കൂട്ടി വിളിച്ച് നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ മറ്റവനെ. നീ പോടി. പൊടി 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 പൊടി. ഭക്ഷണം കഴിച്ചില്ല, കഴിക്കണം. ഇപ്പൊ തന്നെ വയറ് നിറയും. പിന്നല്ലാതെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനാരാ? മദർ തെരേസയോ? പോകാൻ പറ. എന്റെ വായിൽ എന്റെ ലൈവില് വന്ന് എന്നെ ചീത്ത വിളിച്ച ഓടി പോടാ. നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. ആ തെറി നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. വീട്ടിൽ ചെന്ന് മറ്റവനെ. എടാ, ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല, നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം. വീട്ടിൽ ചെന്ന് വിളിച്ചോ. എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിച്ചു എന്റെ കുറ്റി അടിച്ചാൻ പൊട്ടിച്ചേനെ. പോടാ എന്റെ ലൈവിൽ വരാതെ. പോടാ പോടാ പോടാ. എടി അന്നസുതി കൊറേ പയറുമണിയുടെ ഡി പി ഇടാതെ നീ എടി തള്ളച്ചി നീ നിന്റെ ഡി പി ഇടേ. തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ ഇടേ. തള്ളേ മുതുക്കി തള്ളേ. ഈ ഒരു ലൈവ് കണ്ടാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ മോശമായ രീതിയിൽ ഏറ്റവും കൂടുതൽ ഈ ലൈവിൽ വന്ന് പ്രതികരിക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾ തന്നെയാണ് ആ മറ്റൊരു സ്ത്രീയെ തീരെ ബഹുമാനമില്ലാത്ത രീതിയിൽ മുതുക്കി തള്ളച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശകരമായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് കമൻറ്റുകളും അതുപോലെ തന്നെ തെറിയഭിഷേകവും നടത്തുന്നത്. എന്നാൽ എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് എത്ര ചിന്തിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ സ്ത്രീയെ ഒരു റീൽസിൽ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ഷോർട്സ് ഡ്രസ്സ് ഇടുന്നു, കുറച്ച് ഇൻറ്റിമേറ്റ് സീനുകൾ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതൊക്കെ സിനിമയിലും സീരിയലിലും നിങ്ങൾ കാണുന്ന എല്ലാം സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഒരു കൊല്ലം സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം രേണു എന്ന് പറയുന്ന ഒരു നടിക്ക് ഇതൊന്നും പാടില്ല എന്നൊന്നും എവിടെയും ഒരു നിബന്ധനയും ആരും തന്നെ വെച്ചിട്ടില്ല. എന്നാൽ സീരിയലിലും സിനിമകളിലും എല്ലാം തന്നെ ഇതിലും വൈൽഡായ രീതിയിൽ ഒരുപാട് ഓട്ടായ രീതിയിലും മറ്റും അറ്റാച്ച്മെൻ്റൊക്കെ ചെയ്തുകൊണ്ട് അഭിനയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവരൊരു വിധവയായതുകൊണ്ട് മാത്രം ഇതൊന്നും പാടില്ല എന്ന രീതിയിലാണ് ഇന്ന് മലയാള സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകളും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരും ഇതിനെതിരെ പ്രതികരിക്കുന്നത്. പക്ഷേ അവർ അതിൻ്റെ ഒരു അതിർവരമ്പ് വേദിച്ചോ ഇല്ലയോ എന്നൊക്കെ അവർ സ്വയം വിലയിരുത്തി അതിനനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ മറ്റൊരാൾക്ക് അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം എന്ന് പറയുന്നത് ഇതൊരു പേഴ്സണൽ ചോയ്സാണ്. അവരവരുടെ പ്രൊഫഷനോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിലോ എന്തോ ചെയ്ത് അവർ അവരുടെ കുടുംബം നോക്കി ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. പക്ഷേ റീൽസുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് അതിനോട് താല്പര്യമില്ല, നമുക്കത് കാണണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഒഴിവാക്കിയിട്ട് മറ്റെന്തെങ്കിലും കാണാവുന്നതാണ്. അല്ലാതെ അതിൽ പോയി അവരെ കുടുംബത്തെയും അവരെയും എല്ലാം തെറി പറഞ്ഞേ മതിയാവൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത്തരം തെറികൾ തിരിച്ചും കേട്ടെന്നിരിക്കും. തീർച്ചയായിട്ടും അത് അവർ സഹിക്കേണ്ടതായിട്ട് വരും. മലയാളിയുടെ ഒരു പൊതുബോധത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് റീൽസുകളാണ്, കാര്യങ്ങളാണ്, കുറച്ച് ഇൻറ്റിമേറ്റ് സീനുകളൊക്കെ അവർ അഭിനയിക്കുന്നുണ്ട്. അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ അഭിനയിക്കാം. ഇന്ന് മലയാള സിനിമയിലോ അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര രംഗത്തോ ഇതിലും കൂടുതൽ ഒരുപാട് ഇൻറ്റിമേറ്റ് സീനുകളും രംഗങ്ങളും എല്ലാം മലയാള നടിമാരും അതുപോലെ തന്നെ ഓൺ സ്റ്റേജിലായാൽ തന്നെ ഒരുപാട് ഉദ്ഘാടനങ്ങൾക്കെല്ലാം നിങ്ങൾ കണ്ടതാണ്. വളരെ വൾഗറായ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചും അതുപോലെ തന്നെ പ്രത്യക്ഷപ്പെടുന്ന മലയാളി നടിമാർ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും നേരെ ഇല്ലാത്ത ഒരു ആക്രമണമാണ് ഒരു വിധവ എന്ന് പറയുന്ന ഒരു ലേബിളായതുകൊണ്ട് മാത്രം ഈ കൊല്ലം സുധിയുടെ ഭാര്യ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും യൂട്യൂബ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരും എല്ലാം ഇടപെടേണ്ടെന്നും അവർ സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ
ഈ അമ്മയുടെ പുതിയ കല്യാണത്തെ പറ്റിയും അതുപോലെ റീൽസിനെ പറ്റിയും ഇതിനെ പറ്റിയൊക്കെ ചാനൽ ചർച്ചയിൽ വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊല്ലം സുധിയുടെ മകൻ കിച്ചു തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു. നമുക്ക് ആദ്യം അത് അഭിപ്രായം ഒന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ അമ്മയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ കണ്ടായിരുന്നോ? ഇപ്പം അത് അമ്മയുടെ ഇഷ്ടം. ഞാൻ അങ്ങനത്തെ കാര്യം സൈഡിലോട്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതുപോലെ അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് അമ്മയുടെ ഇഷ്ടം, അതിലൊരു അഭിപ്രായമില്ല. അമ്മയ്ക്ക് അമ്മയായിട്ടൊരു ലൈഫ് ഉണ്ടല്ലോ, അത്രയല്ലേ ആയുള്ളൂ. അച്ഛനുള്ളതിന്റെ അത്രയും വരില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ടല്ലേ? എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനാകത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ അത് അമ്മയുടെ ഇഷ്ടം. അപ്പൊ അങ്ങനെ നടന്നു പോകണമെങ്കിൽ അങ്ങനെ നടന്നു പോട്ടെ. അല്ല ഞാൻ അതിൽ കയറി എന്തെങ്കിലും അഭിപ്രായം പറയാനോ ഇങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയത്തില്ല. ഏറ്റവുമായിട്ട് ആ ഒരു ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ അങ്ങനത്തെ കാര്യം സൈഡിലോട്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. വീഡിയോ കണ്ട് ജസ്റ്റ്. അമ്മയുടെ ഈ അടുത്തിറങ്ങിയ വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ? അയ്യോ അങ്ങനൊന്നും ചോദിക്കല്ലേ. അയ്യോ അമ്മയുടെ വീഡിയോ. അപ്പോൾ കിച്ചു എന്ന് പറയുന്ന അതൊരു ചെറിയ വയസ്സുള്ള ഒരു ചെക്കനാണെങ്കിലും തീർച്ചയായിട്ടും വളരെ പക്വതയുള്ള ഒരു മറുപടിയാണ് ആ മോൻ നൽകിയിരിക്കുന്നത്. മോൻ പറയുന്നുണ്ട് അത് അമ്മയുടെ ഇഷ്ടമാണ്, പുതിയ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ റീൽസിൽ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത്. നമുക്കൊരു ലൈഫ് ഉണ്ടല്ലോ, അത് തിരഞ്ഞെടുക്കാനുള്ള എല്ലാ അധികാരവും അമ്മയ്ക്കുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് എന്നാണ് ആ മകൻ പറയുന്നത്. വളരെ പക്വമായ ഒരു അഭിപ്രായമാണ്. എന്നാൽ ഒരുപാട് ചോദ്യങ്ങൾ അത്തരം ഒരു കുട്ടിയോട് ചോദിക്കാൻ പാടുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും വിലയിരുത്തണം. ഇത്തരം ഓൺലൈൻ ചാനലുകൾ വന്നുകൊണ്ട് അവർക്ക് എന്തെങ്കിലും തരത്തിൽ റീച്ച് ഉണ്ടാക്കണമെന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഒരുപാട് വേണ്ടാത്ത ചോദ്യങ്ങൾ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അമ്മ അഭിനയിച്ച റീൽസുകളും അതുപോലെ തന്നെ ഇതൊക്കെ കാണലുണ്ടോ എന്നൊക്കെ ചോദിച്ചു വളരെ ചിരിച്ചുകൊണ്ട് ആ കുഞ്ഞ് മറുപടി നിഷ്കളങ്കമായ മറുപടിയാണ് ആ കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ അതെല്ലാം എടുത്തുകൊണ്ട് ട്രോളന്മാർക്ക് ട്രോളാക്കാൻ വേണ്ടി ഈ ചാനലുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരുപാട് വേണ്ടാത്ത ചോദ്യങ്ങൾ അത്തരം കുട്ടികളോട് ചോദിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ അത് വൈറലാക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇതും ഒരു തെറ്റായ ഒരു മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത്. ആ കുട്ടിക്ക് അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാനുള്ള ഒരു പക്വത ആയ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അവർക്കൊരു ഭാവിയുണ്ട്. അത് തിരഞ്ഞെടുക്കാനുള്ള എല്ലാ അധികാരവും രേണു എന്ന് പറയുന്ന മുൻ ഭാര്യയായ നമ്മുടെ ശ്രീകുണ്ട് എന്നാണ് മകൻ തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെ കുത്തിക്കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ഇത്തരം ചിരികളും മറ്റു കാര്യങ്ങളും എല്ലാം ട്രോൾമാർക്ക് ട്രോളാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്നതും തെറ്റായ ഒരു കാര്യം തന്നെയാണ്. ഇന്ന് സമൂഹ മാധ്യമങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം സുധിയുടെ മരണശേഷം അതുവരെ സമൂഹത്തിലേക്കോ മറ്റ് ചലച്ചിത്ര രംഗത്തേക്കോ ഒന്നും കിടക്കാത്ത രേണു സുധി ഇപ്പോൾ റീൽസിലേക്കും അതുപോലെ തന്നെ പരസ്യചിത്രങ്ങളിലേക്കും എല്ലാം നാടകത്തിലേക്കും എല്ലാം അവരവരുടെ ജീവിതമാർഗമായി തിരഞ്ഞെടുത്തിരിക്കുക, ഒരു പ്രൊഫഷനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവർ അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകട്ടെ, എവിടെ വരെ എത്തുമെന്ന് നമുക്ക് പോയി കാണാം. അത് നമ്മുടെ ഒരു മലയാളികളുടെ ഒരു സമൂഹ ബോധ്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമേ ബാക്കിയുള്ള കാര്യത്തിൽ ആൾക്കാർ ഇടപെടേണ്ടതായിട്ടുള്ളൂ. അല്ലാത്ത കാലത്തോളം അവർ ചെയ്യുന്നത് അവരുടെ പ്രൊഫഷനാണ്. തീർച്ചയായും അതിനെ നമ്മൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.